ഹൈ മക്കളെ, അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ളത് ക്രിസ്മസ് എക്സാമാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന് പഠിച്ച് തുടങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനൊക്കെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പലരും എത്രത്തോളം സീരിയസ്നായിട്ട് ഇനി ഞാൻ സാറ് പറയാൻ പോകുന്ന ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നോ അത്രത്തോളം നിങ്ങൾ ഇനി നന്നായിട്ട് പഠിക്കും. ഓക്കെ, പലരും എന്താണ് വേണ്ട രീതിയിൽ ഇത് കൃത്യമായിട്ട് എന്താണ് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ആണ് സാറ് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം. ശ്രദ്ധിച്ചിരിക്കുക, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല മക്കളെ. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. യെസ്, ഇത് നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സാണ്. അതായത് നമുക്ക് ക്രിസ്മസ് എക്സാമിന് വരുന്ന ചാപ്റ്ററുകളാണ് ഇവിടെ റെഡിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വരുന്നത് നമ്മുടെ പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്ററുകളാണ്. അതേപോലെ ബിസിനസ് സ്റ്റഡീസിൻ്റെ കേസിലും ഇത് ക്രിസ്മസ് എക്സാമിന്, ഇത് പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ്. എക്കണോമിക്സിനും ക്രിസ്മസ് എക്സാമിൻ്റെ ദെൻ പബ്ലിക് എക്സാമിൻ്റെ അതേപോലെ കോർ സബ്ജക്റ്റ് സാറ് കൊടുത്തിട്ടുള്ളൂ. ഇത് CA ആണ്. റെഡി? ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, ഓരോ സബ്ജക്റ്റിലും 1 2 3 4 5 ദെൻ അതേപോലെ ഇവിടെയുണ്ട് 5 10ഓളം ചാപ്റ്റേഴ്സായി ഇപ്പോൾ തന്നെ. അവിടെയുണ്ട് 4-5 എണ്ണം. റെഡി? ഇവിടെയും വരുന്നു 2, പിന്നെ ഒന്ന് പെൻഡിങ്ങും. റെഡി? യെസ്. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മളെന്താണ് ഈ വർഷത്തെ ടോട്ടൽ സിലബസിൻ്റെ എന്താണ് ഒരു 80% നമുക്ക് ഇവിടെ വരാൻ പോകുന്നുണ്ട്. യെസ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരാനുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം, ഇത് ആകെ 4 സബ്ജക്റ്റ്, നമ്മുടെ കോർ സബ്ജക്റ്റ് മാത്രമേ സാർ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ ഇംഗ്ലീഷും ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ വരാനുണ്ട്, അത് സാർ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, പക്ഷേ ഇതെല്ലാം പഠിക്കാൻ നമ്മുടെ മുന്നിലുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് നിങ്ങൾക്കറിയാം, +2 ഇനി നിങ്ങൾക്കുള്ളത് ക്രിസ്മസ് എക്സാമിനേക്ക് വെറും 2 മാസമാണ് നമ്മളെ മുന്നിലുള്ളത്. ആ 2 മാസം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് ക്രിസ്മസ് എക്സാമിൻ്റെ കംപ്ലീറ്റ് സിലബസ്. അതിനുശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇത് അവിടെ സാറ് വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാ? മോഡൽ എക്സാം ഉണ്ട്, ലാബ് എക്സാം ഉണ്ട്, റെക്കോർഡ് ഉണ്ട്, ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്. ഇതിനെല്ലാം കൂടെ പിന്നീടുള്ള ടൈം, അതായത് ആഫ്റ്റർ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമാണ്. ഓക്കെ, പബ്ലിക് എക്സാമാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനെല്ലാമുള്ള ടൈം എപ്പോൾ മാത്രമാണ്? ജനുവരി, ഫെബ്രുവരി ടൈം മാത്രമാണ്. റെഡി? ബാക്കി നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ എന്താ പബ്ലിക് എക്സാം നമുക്ക് എന്താണ് ഈ വർഷത്തെ +2 കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിച്ച് തീർക്കാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ എവിടെ വരെ മാത്രമാണ്? ഡിസംബറിൽ നമുക്കത് തീർത്തിരിക്കണം. ഓക്കെ, ഈ മോഡൽ എക്സാം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, പഠിച്ചു തീർക്കാനുള്ള കാര്യങ്ങളാണ്. ലാബ് എക്സാം, അതിൻ്റെ റെക്കോർഡ്, ഇംപ്രൂവ്മെൻറ്റ് എക്സാം, ഇതൊക്കെ കൂടെ നിങ്ങൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യാൻ പോകുന്നത്? സോ ഈ കാര്യം വ്യക്തമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നോക്കുക, സ്പോർട്സ്, ആർട്സ് ഫെസ്റ്റ്, സയൻസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരുപാട് ടൈം അതിന് പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ നമ്മളെന്താണ് നമുക്ക് പഠിക്കാനുള്ള ഓരോ സബ്ജക്റ്റിലെയും അത്രത്തോളം കാര്യങ്ങൾ പഠിച്ച് തീർക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ ഒരു ചെറിയ ടൈം എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടതാണ്, വേസ്റ്റ് ചെയ്യാനുള്ളതല്ല. ഇതാണ് നിങ്ങൾ ആദ്യം ഇനിയുള്ള ടൈമിൽ നിങ്ങൾ ആദ്യം പഠിക്കാനിരിക്കുന്നതിന് മുൻപ് ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവണം. സോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും പഠിക്കാതിരിക്കുക. പഠിക്കുമ്പോൾ അത് ആ ഒരു ടൈമിൽ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മക്കളെ മനസ്സിലുണ്ടായിരിക്കണം. 2 മാസം കൊണ്ട് മാക്സിമം നമുക്ക് ഇതിൽ ഏതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റുമോ അത്രയ്ക്കും നല്ലതാണ്. ഓക്കെ, നമുക്ക് ഇതിൽ എത്ര 2 മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ, എത്ര ചാപ്റ്റേഴ്സ്, അത്രത്തോളം നല്ലതാണ്. കാരണം ജനുവരി മുതൽ നമുക്കുള്ളത് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം മാത്രമാണ്. ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് +2 പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള ടൈം ഇല്ല. റിവൈസ് ചെയ്യാനുള്ള ടൈം മാത്രമേ ഉള്ളൂ എന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കുക. റെഡി? ഇന്നലെ മുതൽ നമ്മുടെ ബാച്ചിൽ വീണ്ടും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബാച്ചിലെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. യെസ്, നമുക്ക് അത്രത്തോളം പഠിക്കാനുണ്ട്. അതിനുള്ള ടൈം വളരെ കുറവാണ്. ആ ടൈം മാക്സിമം യൂസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സോ ഈ ഒരു നമ്മളിപ്പം ബാച്ച് 3799 നിങ്ങൾക്ക് ഓഫർ പ്രൈസിലൊക്കെ നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ, ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളാണെങ്കിൽ നിങ്ങളിതാ ഈ കാര്യം നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഇത്രത്തോളം പഠിക്കാനുണ്ട്, ഉള്ള ടൈം കുറവാണ്. അപ്പം ഈ ടൈം എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ അത് ഞാൻ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലുണ്ടാവുക. അങ്ങനെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, യെസ്. ഇപ്പോൾ ഈ കാര്യം നിർബന്ധമായിട്ടും ഇത് എത്രത്തോളം സീരിയസ് ആയിട്ട് മക്കൾ മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇത് കൃത്യമായിട്ട് എന്താണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം പിന്നോട്ട് പോകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതൊന്നും മറക്കണ്ട കേട്ടോ. ബൈ.